ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. ഹോർമുസിന്റെ നിയന്ത്രണം അവകാശപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കനക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ വീണ്ടും ആക്രമണം. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് യുഎസും ഇറാനും. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തിങ്കളാഴ്ച നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ഇറാനിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായി അറിയിച്ചു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ ഉപകരണങ്ങൾ, ചെറുകപ്പലുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായാണ് അമേരിക്കയുടെ വിശദീകരണം. എന്നാൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്കയുടെ അവകാശവാദം തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ പ്രദേശമാണെന്നും വിദേശ സൈനിക ഇടപെടൽ അനുവദിക്കില്ലെന്നും IRGC പ്രസ്താവനയിൽ അറിയിച്ചു. തിങ്കളാഴ്ച ബഹ്റൈനിലും കുവൈറ്റിലും മിസൈൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങിയിരുന്നു. ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ വിജയകരമായി പ്രതിരോധിച്ചതായാണ് റിപ്പോർട്ട്. നാശനഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ജോർദാനിൽ ആയുധപ്പുര, ഇന്ധന ടാങ്കുകൾ, ബഹ്റൈനിൽ യുഎസിന്റെ ഡ്രോൺ കപ്പൽ, ഹാങ്ങർ, ഹെലികോപ്റ്റർ, ഓവറോൾ കേന്ദ്രം എന്നിവ ആക്രമിച്ചെന്ന് ഇറാൻ അവകാശപ്പെട്ടു. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ, UAE തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ കുവൈറ്റിലുണ്ടായിരുന്ന പാട്രിയറ്റ് സിസ്റ്റം ലക്ഷ്യമിട്ടും ആക്രമണം നടന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെ ഇറാൻ ഉയർത്തുന്ന ഭീഷണി ചെറുക്കാൻ US സെൻട്രൽ കമാൻഡ് ഇറാനിയൻ കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് പ്രോത്സാഹനവുമായി ബഹ്റൈൻ. സംരംഭങ്ങളെ വിദേശ വിപണികളിലേക്ക് വ്യാപിപ്പിക്കാൻ പുതിയ പദ്ധതികൾ ആരംഭിച്ചു. ബഹ്റൈനിലെ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രാദേശിക വിപണിയിൽ നിന്ന് അന്താരാഷ്ട്ര വിപണികളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നു. രാജ്യത്തെ മൊത്തം വാണിജ്യ രജിസ്ട്രേഷനുകളിൽ 93.4% ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ്. അവയെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ് ബ്രാൻഡുകളായി ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് വൈസ് ചെയർപേഴ്സണും ബഹ്റൈൻ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് സൊസൈറ്റി വൈസ് ചെയർപേഴ്സണുമായ ഡോക്ടർ ഗുലൂദ് അൽ ഖത്താനാണ് പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത്. ബഹ്റിന്റെ ഭക്ഷ്യമേഖല മികച്ച നേട്ടം കൈവരിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞു. പാക്കേജിംഗ്, ബ്രാൻഡിംഗ്, പ്രൊഡക്റ്റ് പ്രസന്റേഷൻ തുടങ്ങിയ മേഖലകളിൽ വലിയ സാധ്യതകളാണുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹ്റിന്റെ സാമ്പത്തിക വളർച്ചയെ ശക്തിപ്പെടുത്താനും നവീകരണത്തിന്റെയും സംരംഭകത്തിന്റെയും കേന്ദ്രമെന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും ഈ നീക്കം സഹായിക്കും. ബഹ്റൈനിലെ സംരംഭങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വിജയിക്കുമ്പോൾ അത് രാജ്യത്തിന്റെ പ്രതിഭയെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയും സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൻ റോഡ് വികസന പദ്ധതിയുമായി UAE. അൽ നഹദ് ഇന്റർചേഞ്ചിലും ഇത്തിഹാദ് റോഡിലും വികസനം നടപ്പിലാക്കുന്നു. ദുബായ് ഷാർജ യാത്രക്കാരുടെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമാകുന്നു. അൽ നഹദ ഇന്റർചേഞ്ചും ഇത്തിഹാദ് റോഡും വികസിപ്പിക്കാനാണ് പദ്ധതി. റോഡിലെ ഗതാഗത ഒഴുക്ക് മെച്ചപ്പെടുത്തുക, സുരക്ഷ വർദ്ധിപ്പിക്കുക, ഇന്റർചേഞ്ചുകളുടെ കാര്യക്ഷമത ഉയർത്തുക എന്നിവയാണ് ലക്ഷ്യം. ദുബായിയെയും ഷാർജയെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതകളിലൊന്നായി ഇത്തിഹാദ് റോഡിൽ വർഷങ്ങളായി വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പുതിയ വികസനത്തോടെ യാത്രാസമയം കുറയ്ക്കാനും ഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കഴിയുമെന്നാണ് പ്രതീക്ഷ. പദ്ധതിക്കായി പരിചയസമ്പന്നരായ കരാറുകാരിൽ നിന്ന് UAE ഊർജ്ജ അടിസ്ഥാന സൗകര്യ മന്ത്രാലയം താൽപര്യപത്രം ക്ഷണിച്ചു. ഷാർജയും ദുബായിയുമായി ബന്ധിപ്പിക്കുന്ന ഇതര റോഡുകളുടെ വികസനത്തിനായി 75 കോടി ദിർഹത്തിന്റെ പദ്ധതിയും പുരോഗമിക്കുകയാണ്. പദ്ധതി വർഷാവസാനത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.